സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ യാതൊരു കാരണവശാലും മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ. പലരും ചിന്തിക്കും, അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പാടുണ്ടോ എന്ന്. എന്നാൽ എല്ലാം രഹസ്യമല്ല. പക്ഷെ നമ്മുടെ നിലനിൽപ്പിന് ദോഷമാകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തല പോയാലും വേറൊരാളോട് പറയരുത്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആൾക്കാരായിട്ട് നല്ല സൗഹൃദം ഉണ്ടാവും, നല്ല സുഹൃത്തുക്കളാവും. ഈ സുഹൃത്തുക്കളായിരിക്കുന്ന അവസരത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പല കാര്യങ്ങളും നമ്മുടെ സുഹൃത്തുക്കളോട് പറയും. ഇങ്ങനെ പറയുന്ന അവസരത്തിൽ നമ്മുടേതായ ചില രഹസ്യങ്ങളും നമ്മൾ പറയും. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ചാവാം, ചിലപ്പം ഭർത്താവിനെക്കുറിച്ചാവാം, ഭർത്താവിൻ്റെ കുടുംബത്തെക്കുറിച്ചാവാം, ഭാര്യയുടെ കുടുംബത്തെക്കുറിച്ചാവാം, കിടപ്പറയിലുള്ള രഹസ്യങ്ങളാവാം, ഇവരുടെ ന്യൂനതകളാവാം, ഇനി മറ്റേതെങ്കിലും ഒരു സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാവാം. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ടാവും. ഇതൊന്നും അല്ലാതെ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന വ്യക്തികളോട് അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും നമ്മൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ നാളെ അപ്പോൾ നമ്മൾക്ക് ദോഷമായി ഭവിക്കും. ചില കാര്യങ്ങൾ ഭാര്യയോട് പോലും പറയരുത്, ചില കാര്യങ്ങൾ ഭർത്താവിനോടും പറയരുത്. ചിലത് നമ്മുടെ അച്ഛനോടും അമ്മയോട് പോലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ്? ഈ കാര്യം നമ്മൾ അബദ്ധവശാൽ പറഞ്ഞു പോകുന്നത് കൊണ്ടാണ് പിന്നീട് നമ്മൾ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടതായി വരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ വിവാഹത്തിന് മുമ്പ് ചില പുരുഷന്മാർ പരസ്ത്രീ ബന്ധത്തിലോ ചില സ്ത്രീകൾ പരപുരുഷ ബന്ധത്തിലോ ഏർപ്പെട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹബന്ധത്തിലോ പ്രേമബന്ധത്തിലോ ഏർപ്പെട്ടിട്ടുണ്ടാവാം. എന്നാൽ വിവാഹത്തിന് മുൻപ് വേണം ഈ കാര്യങ്ങൾ തുറന്നവരെ, എനിക്കിങ്ങനെ ഒരു ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു പ്രേമം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം, നാളെ ഈ വിഷയം പറഞ്ഞിട്ട് നമ്മളൊരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് വിവാഹത്തിന് മുൻപ് പറയേണ്ടതാണ്. എന്നാൽ പിന്നീട് വിവാഹമെല്ലാം കഴിഞ്ഞു, എന്നാലും ഒന്നും പറഞ്ഞില്ല, കുറേ കാലങ്ങൾക്ക് ശേഷം മറ്റാരെങ്കിലും പറഞ്ഞ് ഇവരറിഞ്ഞു എന്നിരിക്കട്ടെ. ഇനി അതുമല്ല, നമ്മൾ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവരുമായി കാണാനിടയാകുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നല്ല ഭാര്യയും ഭർത്താവ് നല്ല സ്നേഹമായിരിക്കും. അപ്പോഴാണ് പറയാം, മുമ്പ് ഞാൻ ഇദ്ദേഹവുമായിട്ട് സ്നേഹത്തിലായിരുന്നു, പിന്നീട് ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിലാണ് നമ്മൾ പിണങ്ങിയത്. ഭർത്താവ് പറയാണ്, ഞാൻ ഈ പെൺകുട്ടിയായിട്ട് പണ്ട് നല്ലൊരു പ്രണയത്തിലായിരുന്നു, ശാരീരിക ബന്ധം വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഭാര്യയും ഭർത്താവ് അന്നേരം പറഞ്ഞു നിരിക്കട്ടെ. എന്നാൽ അന്ന് തുടങ്ങി നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ. നീ എന്തുകൊണ്ട് ഇത് ആദ്യം പറഞ്ഞില്ല? ഇത് ഭാര്യയും പറയും, ഭർത്താവും പറയും. ഇനി പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൽ പിന്നീട് മറ്റുള്ളവരോട് ഇവർ പെരുമാറുമ്പോഴെല്ലാം ഒരു സംശയ ദൃഷ്ടിയോടുകൂടി കാണും. ഇങ്ങനെ സംശയദൃഷ്ടിയോടുകൂടി കാണുകയും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ വിവാഹത്തിന് മുമ്പ് നമ്മൾ പങ്കുവെച്ചിട്ടില്ല എങ്കിൽ, നിർബന്ധമായിട്ടും പങ്കുവെക്കേണ്ടതാണ്. വിവാഹത്തിന് മുമ്പ് പങ്കുവെച്ചില്ല എങ്കിൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരിക്കലും പങ്കുവെക്കരുത്. കാരണം ഇങ്ങനെ നമ്മളെ വായിൽ തുമ്പിൽ നിന്നും അറിയാതെ പുറത്തേക്ക് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നേരം നല്ല ബന്ധമായിരിക്കും, ആ ബന്ധത്തിൻ്റെ പേരിലായിരിക്കും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടാവുക. പക്ഷേ അത് പിന്നീട് നമ്മൾ ഓരോ ആൾക്കാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നർത്ഥം. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാര്യയുടെ കുടുംബത്തിൽ ഭാര്യയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും ന്യൂനതയുണ്ടാവാം, അച്ഛൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം, ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം, മുമ്പ് കുടുംബത്തിലുള്ള പല വിഷയം ഉണ്ടാവാം, അവരുടേതായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള പല പ്രശ്നങ്ങളും. ഇങ്ങനെയുള്ള കാര്യമാവട്ടെ, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ അമ്മയ്ക്ക്, ഭർത്താവിൻ്റെ അച്ഛന്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഉള്ള സ്വകാര്യമായിട്ട് പല പ്രശ്നങ്ങളുണ്ടെന്ന് ഇരിക്കട്ടെ. നല്ല സൗഹൃദമായിരിക്കുന്ന അവസരത്തിൽ ഭാര്യയോട് ഭർത്താവ് പറയുന്നു, ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു എന്നിരിക്കട്ടെ. നാളെ ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ അവരുമായിട്ട് പണങ്ങേണ്ടി വന്നു എന്നിരിക്കട്ടെ. ഈ പറയുന്ന ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ മാതാപിതാക്കളായിട്ട് പണങ്ങേണ്ടി വന്നാൽ
ഇത് ഈ പറയുന്ന കക്ഷി വിളിച്ചു പറയും. നിങ്ങളെ ആൾ ശരിയാണോ? നിങ്ങൾക്ക് ഇങ്ങനെയൊരു ചരിത്രമില്ലേ? നിങ്ങളുടെ ഭാര്യ ഇങ്ങനെയല്ലേ? നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് അവരോട് നാളെ ഈ വിഷയം പറഞ്ഞിട്ട് ഇദ്ദേഹമോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയോ നാളെ വാക്തർക്കത്തിൽ ഏർപ്പെടാനിടയാകും. അതും കുടുംബത്തിൻ്റെ അന്തരീക്ഷം നഷ്ടപ്പെടും. എങ്ങനെ? ഇത് പറയുന്ന അവസരത്തിൽ ഈ അച്ഛനും അമ്മയും ചിന്തിക്കും, എൻ്റെ മകൾ പറയാതെ ഇതറിയില്ല, അല്ലെങ്കിൽ എൻ്റെ മകൻ ഇവളോട് പറയാതെ ഈ കുട്ടി ഇതറിയില്ല. അപ്പോൾ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം പോലും മറ്റൊരാളോട് പറഞ്ഞ് നടക്കുന്നു എന്നുള്ള കാരണത്താൽ ഈ മക്കളായിട്ട് പോലും ഈ അച്ഛനും അമ്മയും ജീവിതകാലം മുഴുവൻ വെറുക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അത്തരം രഹസ്യങ്ങൾ ഒരാളോടും പറയരുത്. ഭർത്താവാണ്, ഭാര്യയാണ്, എന്നിരുന്നാലും ഒരു കാരണവശാലും നമ്മുടെ കുടുംബത്തിൽ നടന്നിട്ടുള്ള മുൻപ് കാലങ്ങളിൽ നടന്നുപോയ വിഷയങ്ങളൊന്നും തന്നെ ജീവിത പങ്കാളിയോട് പങ്കുവെക്കരുത്. 2 വിഷയമായി. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ സാമ്പത്തികം. എനിക്ക് ഇത്ര വരുമാനമുണ്ട്, എനിക്ക് ഇത്ര സമ്പത്തുണ്ട്, എനിക്ക് അവിടെ സ്വത്തുണ്ട്, ഇവിടെ സ്വത്തുണ്ട്, ഞാൻ നല്ല സാമ്പത്തിക നിലയിലാണ്. ഇത് ഒരാളോടും പറയരുത്. നമ്മുടെ വരുമാനം പൊതുവെ പറയുന്നൊരു കാര്യം അറിയോ, സ്ത്രീയുടെ വയസ്സും പുരുഷൻ്റെ വരുമാനവും ഒരാളും അറിയരുത് എന്ന്. പുരുഷൻ്റെ വരുമാനം അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും എന്നല്ല, ചില സ്ത്രീകൾ ദൂർത്തടിക്കും, ഇത്രയും വരുമാനം ഉണ്ടല്ലോ എന്നത്. ചിലപ്പം ഭർത്താവ് വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്തായിരിക്കും. എൻ്റെ ഭർത്താവിന് 1 ലക്ഷം രൂപ ശമ്പളമുണ്ട്, അപ്പോൾ എനിക്ക് അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, ഒരുപാട് ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അത് പാലിച്ചു കൊടുക്കാൻ, കാരണം നിങ്ങൾക്ക് ഇത്രയും പൈസ ഉണ്ടായിട്ട് നിങ്ങൾ എൻ്റെ കാര്യം ചെയ്തു തരുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. അപ്പോൾ നീ എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല എന്നുള്ള ചിന്ത വരുമ്പോൾ അവർ തമ്മിൽ പിണക്കത്തിലേക്ക് പോകും. ഇനി അയൽവാസികളാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, ഒരു കടം ചോദിക്കും. കാരണം ഇത്രയും പൈസ ഉണ്ടല്ലോ, കടം ചോദിക്കും. ചിലപ്പോൾ കടം കൊടുത്താൽ കിട്ടില്ല, അങ്ങനെ ആളായിരിക്കും. അപ്പോൾ പറയും എൻ്റെ കയ്യിൽ പൈസ ഇല്ലടോ എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. കാരണം ഇത്രയും വരുമാനമുണ്ട് നിങ്ങൾക്ക്, ഇത്രയും സമ്പത്തുണ്ട് നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് തരുന്നില്ല? അവിടെ വ്യക്തിബന്ധം തകരും. അപ്പോൾ നമ്മുടെ സമ്പത്തിൻ്റെ സ്രോതസ്സ് അല്ലെങ്കിൽ വരുമാനം എത്രയാണെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കുക. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഭർത്താവ് ധൂർത്തടിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഭർത്താവിൻ്റെ വരുമാനത്തിൽ നിന്നും നിശ്ചിത പൈസ മിച്ചം വെക്കാനുള്ള കാര്യങ്ങൾ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ധൂർത്തടിച്ച് ജീവിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരാളാണെങ്കിൽ അവർക്ക് പരസ്പരം ഒന്നിച്ച് ജീവിക്കുക കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഭാര്യയുടേതും. ഭാര്യ ജോലി ചെയ്യുന്നതിന് കൃത്യമായ വരുമാനം ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവ് മദ്യപിച്ചിട്ടും ലഹരിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ദൂർത്തടിച്ച് ജീവിക്കുന്ന ആളെങ്കിൽ ഭാര്യയുടെ ആ വരുമാനവും അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കാം. അപ്പോൾ കൃത്യമായ വരുമാനം ഭർത്താവും അറിഞ്ഞിരിക്കട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരും അറിഞ്ഞിരിക്കട്ടെ, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വരുമാനം പ്രതീക്ഷിച്ചായിരിക്കും പിന്നെ നമ്മുടെ പലരും നമ്മുടെ അരികിലേക്ക് വരിക. നാളെ ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഭാര്യ ചിലപ്പോൾ സേവ് ചെയ്ത് വെക്കുന്നതായിരിക്കും. പിഗ്മിയിലോ ചിട്ടിയിലോ മറ്റെവിടെയെങ്കിലും ആയിട്ട് സേവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് സേവ് ചെയ്യുന്നുണ്ട്, ഞാൻ അവിടെ സേവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഭാര്യ പറഞ്ഞിരിക്കട്ടെ. ചില ധൂർത്തന്മാരായിട്ടുള്ള ഭർത്താക്കന്മാർ ഒരു ചെറിയൊരു ആവശ്യം വരുമ്പം പറയും, ആ പൈസ ഇങ്ങോട്ടെടുക്ക്, നിൻ്റെ അടുത്ത് പൈസ ഉണ്ടല്ലോ, പിന്നെ അത് എടുത്താൽ എന്താണ് എന്ന് പറയും. നാളെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ കൈമലർത്തേണ്ടി വരും, കാരണം ഇതെല്ലാം എടുത്ത് ചിലവാക്കും. അപ്പോൾ നമ്മുടെ വരുമാനം, നമ്മുടെ സാമ്പത്തികമായ ഭദ്രത ഒരിക്കലും വേറൊരാളോട് പറയരുത്. 3 വിഷയമായി. ഇനിയോ, ഭാര്യയും ഭർത്താവും തമ്മിൽ കിടപ്പറയിൽ വെച്ചാൽ അവരുടെ ബെഡ്റൂമിലുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. ആ ബെഡ്റൂമിൽ ചിലപ്പം ഭർത്താവിന് ഭർത്താവിൻ്റെതായ സ്വഭാവങ്ങളുണ്ടാവും, ഭാര്യയ്ക്ക് ഭാര്യയുടേതായതുണ്ടാവും. അപ്പോൾ കിടപ്പറയിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തുള്ള വിഷയം ഒരു കാരണവശാലും മറ്റുള്ളവരോട് പറയരുത്. നമ്മുടെ സുഹൃത്താണ്, വളരെ ആത്മാർത്ഥമായ സുഹൃത്താണ്, പക്ഷേ അവൾക്ക് അല്പം വികാരം കൂടുതലുള്ളതാണ്. അപ്പോൾ എനിക്ക് വളരെയേറെ അത് പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സുഹൃത്ത് അത് മുതലെടുക്കും. അതല്ല, ഭർത്താവിനാണ് അങ്ങനെ ഒരു ശീലമുള്ളത്, എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾ അത് മുതലെടുക്കും. വികാരം കൂടുതലുള്ളതും ഭർത്താവിൽ നിന്നും ഇത്തരം സുഖം കിട്ടാത്തതുമായ സ്ത്രീകളുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മുതലെടുക്കാനും ശ്രമിക്കും. നമ്മുടെ കുടുംബം എന്താണ് തകരുക. അതുകൊണ്ട് കിടപ്പറ രഹസ്യങ്ങൾ ഒരാളോടും പങ്കുവെക്കരുത്. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മുടെ കുടുംബത്തിനാണ് ദോഷം ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക.
അതുപോലെ തന്നെ നമ്മുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ചില പ്രശ്നങ്ങളുടെ പേരിൽ സംഘർഷം ഉണ്ടാവാം. ഭാര്യയും ഭർത്താവും ചെറുമാതിരി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ പലതും വിളിച്ച് പറയും. ചിലപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടുകാരെ വിളിച്ച് മോശമായിട്ട് പറയും. ചിലപ്പം ഭർത്താവ് ഭാര്യയുടെ കുടുംബക്കാരെ വിളിച്ച് എന്തെങ്കിലും പറയും. ഇങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവരവിടെ കേട്ടു, അവിടെ തീർന്നു. ഇതൊരു കാരണവശാലും ഭർത്താവിൻ്റെ വീട്ടുകാരോട് എൻ്റെ ഭാര്യ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് 2 എണ്ണം കൊടുത്തു. ഭാര്യ പറഞ്ഞു നിങ്ങളെക്കുറിച്ച് എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നാളെ ഈ അച്ഛനമ്മമാർക്ക് ആ മകൻ്റെ ഭാര്യയോടോ മകളുടെ ഭർത്താവിനോടോ ഉള്ള സ്നേഹവും മതിപ്പും ഇല്ലാതാവുന്നത് മാത്രമല്ല അവരെ ശത്രുതയോടുകൂടിയാണ് കാണുക. പിന്നെ അവർ ശത്രുവിൻ്റെതായി. കാരണം എന്നാൽ ഇവൻ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞില്ലേ, ഇല്ലാ കഥകൾ പറഞ്ഞു, അല്ലെങ്കിൽ ഉള്ളത് പറഞ്ഞു, ഈ പേരും പറഞ്ഞു, എൻ്റെ മകളെ ഇങ്ങനെയാക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ, എൻ്റെ മകനെ ഇങ്ങനെ ആക്കി എന്നുള്ള ചിന്തയിൽ അവർക്ക് അവരോടുള്ള സ്നേഹം അവിടെ കുറയും. ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കും ഇവരെന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിലും നമ്മൾ ഒരു കാരണവശാലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഘർഷത്തിനിടയിലുള്ള കാര്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ പങ്കുവെക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദുശീലമുണ്ടാകും. രാത്രി കിടക്കുന്ന സമയത്ത് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടാകും ചില ആൾക്കാർക്ക്. പക്ഷെ പുറമേൽ ഒരാൾക്കും അറിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാകും. ഇനി അതല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾ ഉണ്ടാകാം. ഇത് ആ വ്യക്തി അറിയും. ചിലപ്പോൾ ഭാര്യ പോലും അറിയാത്തതായിരിക്കും ഈ രഹസ്യമായിട്ടുള്ള മദ്യപാനം. കാരണം ആർക്കും ശല്യമില്ല. ഇത് പണ്ടേ ഒരു കിടക്കുന്നതിന് മുമ്പ് അല്പം കുടിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. എന്നാൽ ഇത് നമ്മൾ സുഹൃത്തുക്കളോടോ മറ്റുള്ളവരോടോ പങ്കുവെക്കരുത്. നമ്മുടേതായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ദുശീലങ്ങൾ അങ്ങനെ പലതും ഉണ്ടാവും. ചില ആൾക്കാർ മറ്റ് ചില സ്ത്രീകളോട് എന്തെങ്കിലും ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടാവാം. ചില ആൾക്ക് ചില പുരുഷന്മാരോട് എന്തെങ്കിലും താല്പര്യം തോന്നിയിട്ടുണ്ടാവാം. ഭാര്യയും ഭർത്താവൊക്കെയാണ്, പക്ഷെ മറ്റ് അന്യ പുരുഷനോടോ അന്യ സ്ത്രീയോടോ എന്തെങ്കിലും ഒരു താല്പര്യം തോന്നി. ഈ താല്പര്യം തോന്നിയ കാര്യമായിരിക്കും നമ്മൾ സുഹൃത്തുക്കളോട് പങ്കുവെച്ചിട്ടുണ്ടാവുക. അടുത്ത ആത്മാർത്ഥ സുഹൃത്താണ്. പക്ഷേ ഈ ആത്മാർത്ഥ സുഹൃത്ത് നാളെ നമ്മുടെ ശത്രുവാവോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോൾ ഈ സംസാരത്തിനിടയിൽ പറയും എനിക്ക് അയാളോട് ചെറിയൊരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ആ പെൺകുട്ടി നല്ലൊരു പെൺകുട്ടി, അപ്പോൾ അവളോടൊപ്പം ഒരു ചെറിയ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഞാനും അവളും തമ്മിൽ ചെറിയൊരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവരം നാളെ ഇവർ തെറ്റുന്ന സമയത്ത്, ഇവരുടെ ബന്ധം തകരുന്ന സമയത്ത് ഇതവർ വിളിച്ചു പറയും, മറ്റുള്ളവരോട് പങ്കുവെക്കും. അവൻ ലഹരി കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ അവൻ അത് ചെയ്യാറുണ്ട്, അവൻ ഇത് ചെയ്യാറുണ്ട്, രഹസ്യമായിട്ട് ഇന്ന സ്ഥലത്ത് പോകാറുണ്ട്, ഇതൊക്കെ വിളിച്ചു പറയാനിട വരും. അപ്പോഴതും നമ്മുടെ കുടുംബ ബന്ധം തകരും. ഇതുപോലെയാണ് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മളോട് പല രഹസ്യങ്ങളും പറയും. നമ്മളെ വിശ്വസിച്ചിട്ടാണ് പറയാം. ഇങ്ങനെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്നോടൊരു രഹസ്യം പറഞ്ഞാൽ അത് മറ്റൊരാളോട് പറയരുത്. മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയോട് പറയാൻ പാടില്ല. ഭാര്യയോടാണ് പറഞ്ഞെങ്കിൽ ഭർത്താവിനോട് പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഇന്ന് ചിലപ്പോൾ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിത് വേറൊരാളോട് പറയാനിട വരും. അപ്പോൾ ഭാര്യയോടാണ് ഞാൻ പറഞ്ഞതെങ്കിലോ ഭാര്യയുടെ വളരെ വേണ്ടപ്പെട്ട ചിലപ്പോൾ അമ്മയോടോ മറ്റാരോടോ പങ്കുവെച്ചിരിക്കാം. അദ്ദേഹം വിശ്വസിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ആ രഹസ്യം പിന്നെ പരസ്യമാക്കും. അപ്പോൾ എന്നോടുള്ള വിശ്വസ്തതയാണ് ഇല്ലാതാക്കുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇത് പറയാൻ കാരണം വെച്ചാൽ വളരെ വർഷങ്ങൾക്ക് മുന്നേ, ഒരു 10-20 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇതേപോലെ ഒരു രഹസ്യം എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു. ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു 25 വർഷമായി ഇങ്ങനെ പറഞ്ഞിട്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ തന്നെ വേറൊരു സുഹൃത്ത് എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, വിനോദൻ ഞാനൊരു കാര്യം പറയാം, നീ ഒരാളോടും പറയരുത്. ഞാൻ പറഞ്ഞില്ല, അപ്പം ഞാൻ രഹസ്യം ആരോടും അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ അതേ കാര്യമാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നത്. എന്നിട്ട് പറയണം, നീ ഇത് ആരോടും പറയല്ലേ എന്ന്. ഞാൻ അന്നേരം ഉള്ളിൽ ചിരിച്ചു. ഞാൻ ചിരിച്ചും കൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിന്നോട് ആരാ ഈ കാര്യം പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞത് ഇന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത്, ഞാനാണ് അദ്ദേഹത്തിനോട് കാര്യം പറ്റി പറഞ്ഞു, നീ ആരോടും പറയരുതെന്ന് പറ്റാൻ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്. അയാൾ
ഈ പറയുന്ന കക്ഷിയോട് പറഞ്ഞു നീ ഇതാരോടും പറയരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞു. അയാളത് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് നീ ഇതാരോടും പറയരുതെന്ന്. കാരണം ഞാൻ പറഞ്ഞ വിഷയം രണ്ടാളിലൂടെ സഞ്ചരിച്ചിട്ട് മൂന്നാമത് എൻ്റെലേക്ക് തന്നെ എത്തുന്നു എന്നർത്ഥം. അപ്പോൾ ആരോടും പറയരുതെന്ന് പറഞ്ഞാലല്ല, നിങ്ങൾ ഒരിക്കലും ഇത് വേറെ ഒരാളോട് പറയരുത്. നിങ്ങളെ വിശ്വസിച്ചിട്ട് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് വേറെ ആളോട് പറയരുത്. പിന്നെ ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകരും. ഇങ്ങനെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോഴാണ് നമ്മുടെ ബന്ധങ്ങൾ തകരുന്നത്. അത് അച്ഛനും അമ്മയുമാകട്ടെ, ഭാര്യയും ഭർത്താവുമാകട്ടെ, മക്കളും മാതാപിതാക്കളുമാകട്ടെ, സുഹൃത്തുക്കളാവട്ടെ, അയൽവാസികളാവട്ടെ, ഇതൊക്കെ തന്നെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതേപോലെ തന്നെയാണ് വേറൊരു കാര്യം. നമ്മുടെ പല സ്വപ്നങ്ങളുണ്ടാകും, ലക്ഷ്യങ്ങൾ. എനക്കടക്കം പറ്റുന്ന ചില അബദ്ധമാണിത്. ഞാനും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങളൊക്കെ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കാതിരിക്കാൻ. നമ്മൾ വിചാരിക്കുന്നത് നല്ലതാണെന്ന്. അപ്പോൾ അത് മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ നമ്മളോട് നല്ല ആത്മാർത്ഥ സുഹൃത്തായിട്ടാണ് നമുക്ക് തോന്നുന്നതാവാം. പക്ഷേ അവർക്ക് നമ്മളോട് അസൂയയുണ്ടാക്കും. നമ്മളുടെ ഉള്ളിൽ നമ്മൾ നന്നാവുന്നതിനോട് ഒരു താല്പര്യവും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഇത് നല്ല ആത്മാർത്ഥ സുഹൃത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സംരംഭം തുടങ്ങാൻ പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ അവരത് തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ സംഭവിക്കും. നമ്മൾ തുടങ്ങുന്ന കാര്യം, നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് നമ്മളൊരു പദ്ധതി മനസ്സിൽ കണ്ടു, അത് നമ്മൾ വേറൊരാളോട് പങ്കുവെച്ചു. ഒരു മോഹം, സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കാര്യമാകാം. അങ്ങനെ ഓരോ കുട്ടികളുടെ കലോത്സവത്തിന് ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ട് അവളെ കൊണ്ടുപോകുന്നുണ്ട്, ഇന്ന വേഷമാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ അവരോട് പങ്കുവെക്കുമ്പോൾ അവർ മറ്റൊരാളോട് പറഞ്ഞിട്ട് അവരതേപോലെ ചിലപ്പം ചെയ്തേക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ സ്വപ്ന പദ്ധതികൾ ഒന്നും തന്നെ മറ്റുള്ളവരോട് പൂർത്തിയാകുന്നത് വരെ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾക്ക് ദോഷമായി ഭവിക്കും. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ. അപ്പോൾ ഈ നിത്യജീവിതത്തിലെ ഈ നിരവധി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. രഹസ്യമായിട്ട് തന്നെ നിൽക്കണം. അതൊരിക്കലും പരസ്യമാക്കരുത്. ഇങ്ങനെ പരസ്യമാക്കുമ്പോഴാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത്. നമുക്ക് ജീവിത ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുകയാണ് വേണ്ടത്, ശിഥിലമാക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്വഭാവങ്ങൾ, ഇത് രഹസ്യമായി വെക്കേണ്ട കാര്യം രഹസ്യമായി വെക്കണം എന്ന് കരുതി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ രഹസ്യമാക്കാനും പാടില്ല. അതുകൊണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. ഏതായാലും ഈ ഒരു വിഷയം നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുക. ഭർത്താവിനോട് പറയാൻ പാടില്ലാത്തത് ഭർത്താവിനോട് പറയരുത്, ഭാര്യയോട് പറയരുത്, മാതാപിതാക്കളോട് പറയരുത്, കുട്ടികളോട് പറയരുത്. ചിലത് കുട്ടികളുടെ മുന്നിൽ നിന്ന് ഒരു ചർച്ച പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധം ദൃഢമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മറ്റൊരു വീഡിയോയുമായി നാം മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.